ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മസാല വട എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു ഫേവറേറ്റ് ആയിരിക്കും അല്ലേ. പെട്ടെന്ന് നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണല്ലോ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് 1 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ കഴുകിയിട്ട് നല്ല വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. അതായത് നമ്മൾ സാധാ കറി വയ്ക്കുന്ന പരിപ്പല്ല, ഇതിപ്പോൾ നമ്മൾ വട ഉണ്ടാക്കാനായിട്ടുള്ള പരിപ്പാണ്. നമ്മൾ കടയിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് കണ്ടല്ലോ, വെള്ളമൊക്കെ നല്ല മാറ്റിയിട്ട് വേണം നമ്മളത് അടിച്ചെടുക്കാൻ. നമ്മളിപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് അളവ്, ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 1/4 കപ്പില്ല, അതിലും കുറവായിട്ട് ഒരു 2 പിടി അളവിലേക്ക് മാത്രമേ ഞാൻ അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കേണ്ട, ചെറിയ തരി, അതായത് ഒരു കടുകിൻ്റെ അളവിലേക്കുള്ള ഒരു തരി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു തരിയാവുന്ന രീതിക്ക് നമുക്കിത് അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് മാറ്റിയെടുത്തത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. പരിപ്പ് മാത്രമാണ്, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ എല്ലാ പരിപ്പും അടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ജാറിൽ തന്നെ 2 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി അടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതുപോലെ അടിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. നന്നായിട്ടെന്ന് പറയണ്ട, ചെറിയ തരി, അതായത് നമ്മൾ ആദ്യം ചുവന്ന മുളകിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ഈ ഒരു രീതിക്ക് അടിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ പലരും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അറുത്തിരുന്നതിനേക്കാളും ഇതുപോലെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് നോക്കാം കേട്ടോ. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളിയുള്ളി, കുറച്ച് പുതിന ഇല, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ വലിയ ജീരകമാണ്, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആവശ്യത്തിനേക്കുള്ള കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ. നന്നായിട്ട് അമർത്തി കുഴക്കുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിയിലുണ്ടാകുന്ന ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മിക്സായി നമ്മുടെ മല്ലിയില, പുതിന ഇല, അതൊക്കെ നല്ല നമ്മൾ അമർത്തി കുഴക്കുന്ന സമയത്താണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മൊത്തമായിട്ട് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കയ്യിൽ കുഴയ്ക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആട്ടുകല്ലിലും പിന്നെ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഒരു എളുപ്പത്തിൽ നല്ല, അതായത് കടയിലൊക്കെ കടിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഏകദേശം നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ സൈസിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോലെ ഏത് സൈസിലേക്കാണ് വേണ്ട, അതിന് ആവശ്യാനുസരണം പോലെ നിങ്ങൾ എടുത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലേക്കായിട്ട് ഇതുപോലെ ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. സെൻറ്റർ ഭാഗം കുറച്ച് തിക്നെസ് ആയിരിക്കും, സൈഡിലൊക്കെ ചെറിയ തിക്നെസ് കുറവാകുന്ന രീതിക്ക്, ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ തന്നെയാണ് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. കൂടെ തന്നെ എണ്ണയും ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടായിട്ടില്ല, പക്ഷേ ഒരുവിധം നമ്മൾ ഇട്ട് കൊടുക്കുന്ന അളവിലേക്ക് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പതുക്കെ സിമ്മിൽ വെച്ച് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ ഇടയിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിരുന്നത്. ആവശ്യാനുസരണം പോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ട് സിമ്മിൽ തന്നെ വെച്ച് നമുക്ക് ഉള്ളിൽ ഭാഗം നന്നായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ അതിനാവശ്യാനുസരണം പോലെ സമയം കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സൈസിന് ആവശ്യാനുസരണം പോലെ നമ്മൾ ടൈം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം വേണമെന്നില്ല. നമ്മളിപ്പോൾ ഇതിനേക്കാളും ചെറുതാകുമ്പോൾ അതിനാവശ്യാനുസരണം പോലെ സമയം കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ സമയം കൊടുക്കുന്നുണ്ട്, ഒന്ന് വെന്ത് വരാനും കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള നമ്മുടെ ഒരു മസാല വട റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാം, പരിപ്പുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു ദിവസം ഇതുപോലെ ഒരു മസാല വട ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മസാല വട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.